ഉപവിഷ്ടരായിരിക്കുന്ന പൂജ്യരായ ആരാധ്യരായ വിശിഷ്ടാതിഥികളെ, പൗർണമി ആർട്സ് ആൻഡ് സ്പോർട്സിലെ കർമ്മധീരരായ ചെറുപ്പക്കാരെ, നിങ്ങൾക്കെന്റെ ആത്മപ്രണാമം. കലാകാരന്മാർക്ക് ആണ് ഈ സമൂഹത്തിൽ ഏറ്റവും അധികം മാറ്റങ്ങളും വിപ്ലവങ്ങളും സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ കലാകാരിയാണ് ഞാൻ. പ്രവർത്തനമാണ് ലക്ഷ്യം. കാഷായ വസ്ത്രം ഇട്ടുകൊണ്ട് ആർഭാടങ്ങളിൽ ജീവിക്കുന്ന അനവധി പേരെ എനിക്കറിയാം. അതിൽ നിന്നും വ്യത്യസ്തനായ ഒരു സ്വാമിജി, സാർവലൗകിക സുഖങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് ഊണും ഉറക്കവുമില്ലാതെ സമൂഹത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാനായി ലോകത്തിന്റെ പലയിടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടന്നുകൊണ്ട് ജീവിതത്തെ ഒരു തപസ്യയാക്കി മാറ്റിയ ബാലകൃഷ്ണൻ മാഷ് അല്ല സ്വാമിജി, നമ്മുടെ കൺമുമ്പിൽ കണ്ണുകൊണ്ട് കണ്ടു പഠിക്കാവുന്നതും മനസ്സുകൊണ്ട് വായിച്ചു പഠിക്കാവുന്നതുമായ ഒരു പാഠപുസ്തകമാണ്. ലഹരിക്കെതിരെ പ്രവർത്തിക്കുക. ഇന്ന് സർവ്വസാധാരണമായി പ്ലാക്കാർഡുകളൊക്കെ പിടിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം ഒരുപോലെയുള്ള ബനിയനും തൊപ്പിയും ഒക്കെ ധരിച്ചുകൊണ്ട് ഏതാനും മിനിറ്റ് ഒരു പദയാത്ര നടത്തി പിന്നീട് യാതൊരു പ്രവർത്തനങ്ങളും ഇല്ലാതെ ഇരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഞാൻ പലർക്കും കണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ റാലി ഒരു വിപ്ലവത്തിന് തിരികൊളുത്തുന്നതാകണം. സമൂഹത്തിൽ ഒരു മഹാവിപത്തായി, ഒരു രോഗമായി, അർബുദം പോലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ നമ്മളിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവിത പുണ്യം. അനേകായിരങ്ങളുള്ള ഒരു സദസ്സിൽ നിൽക്കുന്നതിനേക്കാൾ വളരെ ചെറിയ ഒരു സംഘടിതമായ ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. കാരണം ഒരേപോലെയുള്ള മനസ്സുള്ളവരായിരിക്കണം, കാര്യഗൗരവമുള്ളവരായിരിക്കണം. സംഘടിച്ചതുകൊണ്ട് നാം ശക്തരാകുന്നു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുന്നു എന്നൊക്കെ പറയാമെങ്കിലും ഇവിടെ സംഘടനകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഇല്ലാത്തത് ഒന്ന് മാത്രമാണ്, ഏകീകൃതമായ ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി ഇന്ന് സ്വാർത്ഥതയുടെ ചങ്ങലക്കെട്ടുകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ആ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയാതെ സംഘടിച്ചത് കൊണ്ട് നാം ശക്തരാവുകയില്ല. അതുകൊണ്ട് എല്ലാവരും ഇതൊരു ലക്ഷ്യമായി കണ്ടുകൊണ്ട് അവരവർ താമസിക്കുന്ന ഗൃഹങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അനേകായിരം പേരിൽ ഒരാൾക്കെങ്കിലും ഈ ലഹരി എന്താണ്, അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന വിപത്ത് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരാളെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. വേദിയിൽ അനവധി പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നതിനാൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ഉദ്ഘാടനം വളരെ പവിത്രമായി കണ്ടുകൊണ്ട് ഒരു കവിയത്രി എന്ന നിലയിൽ 4 വരി കവിത ബോധാവബോധങ്ങളിൽ ഒരു തിരിയാകട്ടെ എന്ന് കരുതി ഞാൻ എഴുതിയ ഒരു 2 വരി കവിതയോടുകൂടി ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ പദയാത്ര കഴിഞ്ഞുള്ള ഈ ലക്ഷ്യം. അരുതരുതേ നിങ്ങൾ പോകരുതേ, ലഹരിയുടെ പുറകെ പോകരുതേ, സിരകളിൽ പടരുന്ന ലഹരി കുത്തിക്കയറ്റി പ്രജ്ഞ മരവിക്കും മനുഷ്യരെ അറിയുക, വിഷമാണത്, കൊടിയ വിപത്താണത്. അരുതരുതേ നിങ്ങൾ പോകരുതേ, ലഹരിയുടെ പിറകെ പോകരുതേ. ബോധം തകർക്കുന്നു, ബോധമണ്ഡലങ്ങൾ മരവിക്കുന്നു, ഏതോ സുഷുപ്തിയിലലിയുന്നു നാം, വിടുതലിൽ അക്രമാസക്തരാകുന്നു.
കൊല്ലുന്നു, കൊന്നു കൊല വിളിക്കുന്നു, രതിയുടെ കര കാണാക്കയങ്ങളിൽ അലിയുന്നു. അമ്മയെയും കൂടപ്പിറപ്പിനെയും തിരിച്ചറിയാതുഴറുന്നു. അരുതരുതേ നിങ്ങൾ പോകരുതേ, ലഹരിയുടെ പിറകെ പോകരുതേ. പരിചിതരല്ലാത്തവർ തരും മധുരമിഠായികൾ കുഞ്ഞുമക്കളെ നിങ്ങൾ വാങ്ങിക്കഴിക്കല്ലേ. ലഹരിയിൽ പൊതിഞ്ഞ വിഷമാണത്, ലഹരിയിൽ വീഴ്ത്താനുള്ള കെണിയാണത്, രുചിയാണത്. പ്രലോഭനങ്ങളിൽ പെൺമക്കളെ ചഞ്ചല ചിത്തരായി നിങ്ങൾ വീഴരുതേ. പ്രണയമല്ലത്, ചതിയാണ്, കെണിയാണ്, ലഹരിക്കടിപ്പെടുത്താനുള്ള ശ്രമമാണ്. അശ്രദ്ധരായൊരു നിമിഷാർത്ഥം പോലും ലഹരിയെ തിരിച്ചറിയാതിരിക്കരുതേ. അരുതരുതേ നിങ്ങൾ പോകരുതേ, ലഹരിയുടെ പുറകെ പോകരുതേ. എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ലഹരി എന്നത് ഒരു മഹാവിപത്താണ്, ആപത്താണ്. യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന ആ മഹാവിപത്തിനെ നമുക്ക് ഏവർക്കും ഒന്നിച്ചു നിന്ന് പോരാടാം. അങ്ങനെ പോരാടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏത് സമയത്തും ഞാനും ഉണ്ടാകും ഒപ്പം. അങ്ങനെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.